റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചർച്ചയ്ക്ക് വരാൻ ആവശ്യപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. യുക്രൈനിൽ റഷ്യൻ വ്യോമാക്രമണങ്ങൾ വർദ്ധിക്കുകയും രാജ്യതലസ്ഥാനത്തെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി സംഘത്തിന്റെ ആസ്ഥാനത്ത് വൻ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പുടിനോട് സമാധാന ചർച്ചകൾ നടത്താൻ യൂറോപ്യൻ യൂണിയന്റെ പ്രാഥമിക എക്സിക്യൂട്ടീവ് ശാഖയായ യൂറോപ്യൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അടിയന്തര ഫോൺ കോളുകൾ നടക്കുമ്പോഴും യൂറോപ്യൻ യൂണിയനും സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം തന്നെ യുക്രൈന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഉണ്ടെന്ന് ഉർസുല വ്യക്തമാക്കി. പുടിൻ ചർച്ചാമേശയിലേക്ക് വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള റഷ്യയുടെ തുടർച്ചയായ ആക്രമണങ്ങൾ യൂറോപ്പ് സഹിക്കില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉരുക്കിൽ നിർമ്മിച്ച മുള്ളൻ പന്നിയുടേതുപോലെയുള്ള ഉറപ്പുള്ള സുരക്ഷാ ഗ്യാരണ്ടികളോടെ യുക്രൈന് നീതിപൂർവമായ സ്ഥിരമായ സമാധാനം ഉറപ്പാക്കണമെന്നും യൂറോപ്യൻ കമ്മീഷൻ മേധാവി പറഞ്ഞു. യൂറോപ്പിന്റെ പുതിയ പ്രതിരോധ സംവിധാനമായ സേഫ് ധീരരായ യുക്രൈനിയൻ സായുധ സേനയെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യയുടെ നിരന്തരമായ ബോംബാക്രമണങ്ങളുടെ മറ്റൊരു രാത്രിയെന്ന് ഉർസുല വോൺ ഡെർ ലെയ്ൻ എക്സിൽ ആപ്പിൽ കുറിച്ചതിന് പിന്നാലെയാണ് പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. റഷ്യ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും നിരപരാധികളുടെ ജീവൻ അപഹരിക്കുകയുമാണ് ചെയ്യുന്നത്. കീവിലെ തങ്ങളുടെ പ്രതിനിധിയെ റഷ്യയുടെ ആക്രമണം ബാധിച്ചു. പ്രതിനിധി സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. സാധാരണക്കാർക്കും അവരുടെ അടിസ്ഥാന സൗകര്യത്തിനുമെതിരെ റഷ്യ നടത്തുന്ന വിവേചനരഹിതമായ ആക്രമണങ്ങൾ ഉടൻ നിർത്തി പുടിൻ നീതിയുക്തവും സ്ഥിരവുമായ സമാധാനത്തിനായുള്ള ചർച്ചകളിൽ പങ്കുചേരണമെന്നും വോൺ ഡെർ ലെയ്ൻ ആവശ്യപ്പെട്ടു. അതേസമയം യുക്രൈനിൽ നാവികസേനയുടെ ഏറ്റവും വലിയ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു. 10 വർഷത്തിനിടെ യുക്രൈനിൽ കമ്മീഷൻ ചെയ്ത് സിംഫെറോപോൾ എന്ന കപ്പലാണ് ആക്രമണത്തിൽ തകർന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റേഡിയോ, ഇലക്ട്രോണിക്, റഡാർ, ഒപ്റ്റിക്കൽ നിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത കപ്പലാണിത്. യുക്രൈനിലെ ഒദേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാനൂബ് നദിയുടെ തീരത്ത് വെച്ചാണ് കപ്പൽ തകർന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിച്ചു. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് യുക്രൈനിൽ നാവിക കപ്പലിനെ ആക്രമിക്കുന്ന ആദ്യ സംഭവമാണിതെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ മാധ്യമമായ ടാസ് റിപ്പോർട്ട് ചെയ്തത്. ഡ്രോൺ ആക്രമണം യുക്രൈനിൽ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് നാവികസേനാ വക്താവിനെ ഉദ്ധരിച്ച് കീവ് ഇൻഡിപെൻഡൻസ് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് തുടർന്നുണ്ടായ അനന്തരഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ. കാണാതായ നിരവധി നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യൻ ഡ്രോണുകളുടെ ആക്രമണം ഉയർന്ന സാഹചര്യത്തിൽ ആളില്ലാ സംവിധാനങ്ങളുടെയും യുക്രൈൻ ഡ്രോണുകളുടെയും ഉൽപാദനം വേഗത്തിലാക്കാൻ യുക്രൈൻ തീരുമാനിച്ചിട്ടുണ്ട്. കീവിലെ ഒരു പ്രധാന ഡ്രോൺ സൗകര്യവും ഒറ്റ രാത്രി കൊണ്ട് 2 മിസൈൽ ആക്രമണത്തിലൂടെ റഷ്യ ആക്രമിച്ചതായി യുക്രൈനിയൻ നേതാവ് ഇഗോർ സിങ്കോവിച്ച് അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.